മുഅ്മിനീങ്ങളെ, വളരെ പരിമിതമായ ഒരു സമയത്തിനുള്ളിൽ വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങളിലേക്ക് സൂചന നൽകുകയാണ്. ഇന്നെല്ലാവർക്കും ഒരു പരിപാടി ബുദ്ധിമുട്ടാണെന്ന് അറിയാത്തതുകൊണ്ടല്ല. കാരണം ഇന്നലെ നേരം വെക്കുന്നവരെ എല്ലാവരും പള്ളികൾ മറ്റൊക്കെ ഹയാത്താക്കിയ അവസ്ഥയിലാണ്. പക്ഷേ ഇത്തരം ഗൗരവമായ വിഷയങ്ങൾ പറയാൻ മറ്റു സമയങ്ങളില്ലാത്തത് കൊണ്ട് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടത് കൊണ്ടും കൂടിയാണ് ഇങ്ങനെ ഒരു സമയം ഇന്ന് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. ഇന്നൊരു പരിപാടി നടത്തുന്നത് ആളുകൾക്ക് ഈ റമളാനിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ദിവസം ഇന്ന് ഹാജരാവലാണ് എന്നത് നേരത്തെ തന്നെ അറിഞ്ഞുകൊണ്ടും കൂടിയാണ് ഈ കാര്യം ചെയ്യുന്നത്. പക്ഷെ ഇതിൽ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടത് ഈ കാസറ്റുകൾ എല്ലാ പള്ളികളിലും സന്നദ്ധ പ്രവർത്തകന്മാരും മറ്റും ഇതിൻ്റെ ഓരോ കോപ്പി പള്ളികളിലെ വീടുകളിലും പള്ളി കമ്മിറ്റിക്കാർ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. എന്താണ് ഈ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം, എന്താണ് അല്ലെങ്കിൽ ഒന്നിരിക്കലും ഒരു അള്ളാഹ്ക്ക് വേണ്ടി ആ പണിയെടുക്കണം. അല്ലെങ്കിൽ ദയവായി റബ്ബിൻ്റെ കയ്യിൽ നിന്ന് ഇഖാബ് ശിക്ഷ കിട്ടുന്നതിന് മുമ്പ് അവർ ആ ജോലി ഏർപ്പാട് രാജിവെക്കണം. ഒന്നിരിക്കലും അവർ നന്നാവണം. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എന്തിന് നമ്മൾ തന്നെ സ്വയം നമ്മളെ ദുനൂബ് മാഅസി ഏറ്റ് പോകാൻ കഴിയാത്തൊരു ദിവസം വേറുള്ളവരുടെ അമാനത്ത് ഏറ്റിട്ട് അത് നമ്മൾ ചെയ്യാൻ കഴിയാതെ നമ്മൾ എന്തിന് അള്ളാഹിൻ്റെ കോടതിയിൽ അതിനും കൂടി നാശാവുന്നു. ഒന്നിരിക്കൽ കമ്മിറ്റിക്കാർ നന്നാവണം. അല്ലെങ്കിൽ ഇന്ന് രാജിവെക്കണം. അപ്പോൾ പിന്നെ രാജിച്ചാൽ ആരാണ്? നമ്മളൊക്കെ മരിച്ചുപോയാലും ഇവിടെ കാര്യങ്ങൾ നടത്താൻ വേറെ ആളുണ്ടാവും. ഒരു അള്ളാഹു അവരെ ഇഷ്ടപ്പെടും, അള്ളാഹുവിനെ അവരും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു ജനത ഉണ്ടാവും. നമ്മൾ നന്നായോ എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ദയവായി ഇത് കമ്മിറ്റിക്കാർ ഈ കാസറ്റുകൾ കേട്ടിട്ട് ഒരു 10 മിനിറ്റ് അകത്ത് പോയി ഒന്ന് കിടക്കണം. നമ്മളൊന്ന് ആലോചിക്കുക എൻ്റെ അവസ്ഥ എന്താണ്. നേരെ ഭാര്യയൊന്നുമില്ലാത്ത നേരത്തെ ബെഡ്റൂമിൽ പോയി ഒറ്റക്കൊന്ന് കിടക്കുക ഈ കാസറ്റ് കേട്ടിട്ട്. ഇതിലിപ്പോൾ എൻ്റെ നിലപാട് എന്താണെന്നൊന്ന് ആലോചിക്കുക. എന്നിട്ട് ഒന്നിരിക്കൽ രാജ്യം എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ നന്നാവാൻ തീരുമാനിക്കുക. പിന്നെ ആരാ ഉണ്ടാവുകയാണ് അത് ഈ നോക്കേണ്ട ആവശ്യമില്ല. അതിന് അള്ളാഹു വാക്കിയാണ്. പള്ളി മുത്തവല്ലിയുടെ കീഴിലുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിക്കുക. കമ്മിറ്റി പ്രവർത്തനരഹിതമാണ്. ചോദ്യം മറുപടി: മുത്തവല്ലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം സംശുദ്ധമായ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകുക എന്നുള്ളതാണ്. കമ്മിറ്റിയെ പിരിച്ചുവിടാനുള്ള അധികാരം വരെ മുത്തവല്ലിക്ക് ഉണ്ടായിരിക്കും. മുത്തവല്ലി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരാളല്ല, അതിന് വളരെ പ്രധാനപ്പെട്ട ആളാണ്. കമ്മിറ്റി പ്രവർത്തനരഹിതമാണെങ്കിൽ മുത്തവല്ലി ആ കമ്മിറ്റിയെ പിരിച്ചുവിടണം. അതിന് അധികാരം വഖഫ് ബോർഡ് സർവ്വ പിന്തുണയും ആ കാര്യത്തിൽ നൽകും. അങ്ങനെയുള്ള കമ്മിറ്റിയെ വെച്ചുകൊണ്ട് പൊറുപ്പിക്കേണ്ട ആവശ്യം മുത്തവല്ലിക്കില്ല. പല നാടുകളിലും മുത്തവല്ലിയെ കൊണ്ട് കമ്മിറ്റി കൊടുങ്ങാറാണുള്ളത്. ഇതതിന് അപവാദമാണ് എന്ന് തോന്നുന്നു. മുത്തവല്ലിയും കമ്മിറ്റിയും കൂടി ഒരു നാട് എന്നായാൽ ആ നാട് ഇസ്സത്തിൻ്റെ നാടായിരിക്കും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് മുത്തവല്ലി ചെയ്യേണ്ടത്: സംശുദ്ധമായ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റി രൂപീകരിക്കുന്ന കാലഘട്ടം വരെയുള്ള അവരുടെ അഭാവത്തിൽ കമ്മിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ നേരിട്ട് ഇടപെട്ട് ചെയ്യുക. സർക്കാർ വഖഫ് ബോർഡ് സമ്പൂർണ്ണ പിന്തുണയായിരിക്കും മുത്തവല്ലിക്ക് നൽകുക. മുത്തവല്ലി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരാളല്ല, വളരെ അധികാരമുള്ള ഒരാളാണ്. വളരെയാണ് അധികാരം. അതുകൊണ്ട് ഞാനത് ഇനി വിശദീകരിക്കുന്നില്ല. നിയമജ്ഞന്മാരുടെയും മറ്റും സഹായം തേടുക. ആ വിഷയത്തിലൊക്കെ പ്രത്യേകമായി സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച ധാരാളം ആളുകൾ ഇന്ന് വക്കീലന്മാരും മറ്റും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം നിയമജ്ഞന്മാരുടെ സഹായം തേടുക. കമ്മിറ്റി പ്രവർത്തനം ഇതാണ് എന്ത് ചെയ്യണം. വഖഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അഡ്വക്കേറ്റുമാർ ഇഷ്ടം പോലെ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. എമ്പാടും അവർ വിശദമായി കാര്യങ്ങൾ പറഞ്ഞുതരും. കോഴിക്കോട് തന്നെ ഉണ്ട്, ധാരാളമുണ്ട് ഓരോന്നും. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിപുണന്മാരായ ആളുകളുണ്ട്, ധാരാളം നിപുണന്മാരായ ആളുകളുണ്ട്. നമ്മളെ മഹല്ലുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൊക്കെ നേരത്തെ ഇടപെട്ടും മറ്റുമൊക്കെ വളരെ ബന്ധമുള്ള ആളുകളുണ്ടാവും. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ടി കെ പരീക്കുട്ടി രാജു ഒരു ഉദാഹരണം. ഇങ്ങനെ ഇരുത്തി പറയാൻ വിചാരിക്കരുത്. ഒരു കാര്യം ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയാം. ജനങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറയണം. അവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ധാരാളമായി ഇടപെട്ടിട്ട് നല്ല പരിചയം ഉണ്ടായിരിക്കും. മാത്രമല്ല ഇഷ്ടം പോലെ മായം വക്കീൽ, ഇങ്ങനെ ധാരാളം സമസ്തയുടെ കേസൊക്കെ കൈകാര്യം ചെയ്യുന്ന മായം വക്കീലുണ്ട്. ഇനിയും ധാരാളം ആളുകളുണ്ട്, അഡ്വക്കേറ്റുമാരുണ്ട്. അവരോട് ബന്ധപ്പെട്ടാൽ വളരെ ഡീറ്റെയിലായി എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞുതരും. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കോഴിക്കോട് ജില്ലയിൽപ്പെട്ട ഒരു മഹല്ലിൽ പള്ളിയുടെ കമ്മിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തി ആ മഹല്ലിൽപ്പെട്ട ധാരാളം ആളുകളുമായി മിണ്ടുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? മറുപടി: അത്തരം ആളുകളെ ആ കാര്യത്തെക്കുറിച്ച് ഉസ്താദിനോട് പറയുകയും
ആ ഉസ്താദ് ശക്തമായി ആ വിഷയത്തിൻ്റെ ഗൗരവം അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യണം. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ 3 ദിവസത്തേക്കാൾ കൂടുതൽ അർഹതയില്ല. ജനങ്ങൾക്ക് മുന്നിൽ മാതൃക കാണിക്കേണ്ടതാണ് കമ്മിറ്റിക്കാർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ പറഞ്ഞു തീർക്കണം. മിണ്ടാതിരിക്കുക എന്നത് അമല് പോലും ബാത്തിലാക്കി കളയും. ഇന്നലെ രാത്രി എല്ലാവരും ലൈലത്തുൽ ഖദ്റാന്ന് വിചാരിച്ച് അമല് ചെയ്തല്ലോ. ഇന്നലെ നാളെ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ശരി, ലൈലത്തുൽ ഖദ്ർ തീരെ കിട്ടാത്ത 3 വിഭാഗം ആളുകളുണ്ട്. ഒന്ന് മദ്യപാനത്തിൽ നിന്ന് തൗബ ചെയ്യാത്തവർ, ഒന്ന് ഉമ്മയും വാപ്പയും വെറുപ്പിച്ചവർ, ഒന്ന് പരസ്പരം പിണങ്ങി നിൽക്കുന്നവർ. അവർക്ക് ലൈലത്തുൽ ഖദ്റിൻ്റെ പുണ്യം കിട്ടൂല. നേരെ നേരെ കുത്തിമറിഞ്ഞ് കിടന്നാലും കിട്ടൂല. ഒഫീ റിവായത്തിൻ മുസദ്ദിഖും ബിസ്സഹറത്തി, 4 അഭിപ്രായം, ഒരു റിവായത്തിൽ 3 വിഭാഗം ആളുകൾക്ക് ലൈലത്തുൽ ഖദ്റിൻ്റെ പുണ്യമല്ല. ഒരു അഭിപ്രായത്തിൽ 4 വിഭാഗം, ഒരു ഹദീസിൽ 4 വിഭാഗം. ഒന്ന് മദ്യപാനത്തിൽ നിന്ന് തൗബ ചെയ്യാത്തവർ, 2 ആഖുൽ വാലിദൈൻ, ഉമ്മയും വാപ്പയും വെറുപ്പിച്ചവർ, 2. മൂന്നാമത്തത് അഖ്വാനി മുതസാരിമാനി, പരസ്പരം പിണങ്ങി നിൽക്കുന്നവർ. അവർക്ക് അള്ളാഹു ലൈലത്തുൽ ഖദ്റിൻ്റെ പുണ്യം പോലും തരില്ല. അതാണ് നേതാവെങ്കിൽ പിന്നെ അതിലെന്ത് അർത്ഥമുള്ളത്? ആ കമ്മിറ്റിക്കാരനായതുകൊണ്ട് തീരെ അയാളത് ചെയ്യാൻ പാടില്ലാത്തത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കമ്മിറ്റിക്കാരനായതുകൊണ്ട് തീരെ ചെയ്യാൻ പാടില്ല. കാരണം അയാളുടെ ഭരണീയരാണ് ആ നാട്ടിലുള്ളത്. അവരിൽ അപാകത ഉണ്ടെങ്കിൽ ഒന്നിരിക്കൽ അയാൾ പൊറുക്കണം, അവരെ നന്നാക്കാൻ ശ്രമിക്കുകയും വേണം. ഉസ്താദിനെ കൊണ്ട് ആ കാര്യം ചെയ്യിപ്പിക്കണം. നാട്ടുകാർ ആ കാര്യത്തിൽ ഗൗരവമായി ശ്രദ്ധിച്ച് ഉസ്താദിന് ആ വിഷയത്തിൽ ഇടപെടിക്കണം എന്നറിയിക്കണം. പല മഹല്ലുകളിൽ മുത്തവല്ലിമാരാണ് ഭരിക്കുന്നത്. അവരിൽ പലരും പടച്ചവനെ പേടിയില്ലാത്തവരുമാണ്. കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും ചെയ്യാൻ കഴിയുന്നത് ജനങ്ങൾ കൂട്ടായ്മ നിന്നാൽ, കൂട്ടായി ഒറ്റക്കെട്ടായി ജനങ്ങൾ നിന്നിട്ട് ആ വിഷയത്തിൽ നിസ്സംഗരായി നിൽക്കാൻ പാടില്ല. ജനങ്ങൾ ഈ വിഷയത്തിൽ കൂട്ടായി ഒറ്റക്കെട്ടായി അഭിപ്രായ സ്വരൂപണം നടത്തുകയും ഒപ്പ് ശേഖരണം നടത്തുകയും ചെയ്തിട്ട് ഈ വിഷയത്തിൽ കൂട്ടായ ഒരു പ്രവർത്തനം നടത്തൽ ആവശ്യമാണ്. നിയമജ്ഞന്മാരുടെ സഹായം തേടാം. പള്ളിയിലെ ഉസ്താദിനെ കൊണ്ട് നല്ല മനോഹരമായും എന്നാൽ ശക്തമായും ഈ കാര്യം പറയിപ്പിച്ച് അയാളെ ബോധവൽക്കരിക്കാം. ഇതൊക്കെയും കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ്. ആ രൂപത്തിൽ ചെയ്യുക. നിയമജ്ഞന്മാരെ സഹായം തേടുകയും ചെയ്യാവുന്നതാണ്. മഹല്ലിൽ ഒരു വ്യക്തി സ്ഥിരമായി അനാശാസന പ്രവർത്തനം നടത്തുന്നു. കമ്മിറ്റി പലതവണ ഉപദേശിച്ചിട്ടും നന്നാവുന്നില്ല. നിസ്സഹകരിക്കാവുന്നതിൻ്റെ പരമാവധി നിസ്സഹകരിക്കുക. പക്ഷേ അതിനു മുമ്പ് അയാളോട് ദീനിയായ നിലക്ക് എങ്ങനെയൊക്കെയാണോ നല്ല വാക്ക് പറഞ്ഞ അയാളെ നന്മയിലേക്ക് ശ്രമിക്കാൻ കഴിയുന്നത് അതൊക്കെ ചെയ്യാം. ഒറ്റക്ക് ഒരാൾ പറഞ്ഞാൽ കേൾക്കില്ലെങ്കിൽ ഉസ്താദിനെ കൊണ്ട് പറയിപ്പിക്കുക. ഉസ്താദിനെ കൊണ്ട് പറഞ്ഞാൽ കേൾക്കില്ലെങ്കിൽ പാണക്കാട് തങ്ങളോട് പോയി പറഞ്ഞിട്ട് അയാളെ അങ്ങോട്ട് വിളിപ്പിക്കുക. അതൊക്കെ ചെയ്യാവുന്നതാണ്. അതൊക്കെ വിളവുകളിൽപ്പെട്ടതാണ്. ചില വിളവ്, ഒരാളെ പാണക്കാട് നിന്ന് വിളിച്ചു, ഇന്ന മഹലിൽപ്പെട്ട ഒരാളെ ആ നമ്പർ കൊടുത്തു, ഒന്ന് വരണമെന്ന് പാണക്കാട് തങ്ങൾ പറഞ്ഞു എങ്കിൽ ഇന്ന് പോകാത്ത ഒരാളുണ്ടാവില്ല. 99.9% ആളുകളും ചെല്ലുന്നെന്നെ എൻ്റെ അഭിപ്രായം. അപ്പോൾ തങ്ങളാപ്പാൻ്റെ നേതൃത്വത്തിൽ ഈ വിഷയം ചർച്ച ചെയ്ത് തീരുമാനിക്കുക. അതിനാണ് നമുക്ക് അങ്ങനെയും ചില കോടതികളുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഇവിടെ വേറെ ആളുകളുണ്ട്, ഒക്കെ നമ്മൾ പറഞ്ഞാൽ തന്നെ കേൾക്കണം. അങ്ങനെ വിചാരിക്കേണ്ട, കാര്യം നടക്കണം എന്ന് വിചാരിച്ചാൽ മതി. ഇന്ന് നമ്മളെ വാശി എന്താണ്? നമ്മൾ പറഞ്ഞിട്ട് നന്നാവേണ്ട ആവശ്യം എന്താ? അയാൾ നന്നായപ്പോലെ. ചില ആളുകൾ നമ്മൾ പറഞ്ഞാൽ നന്നാവില്ല. ഇപ്പോൾ ഉദാഹരണം, ബാപ്പ മോശമാണെങ്കിൽ നീ പറഞ്ഞാക്കി ബാപ്പ നന്നാവില്ല. നേരെ മറിച്ച് കാളിയരോട് മെല്ലെ പോയി പറഞ്ഞു. എന്നിട്ട് കാളിയർ ഇടപെടേണ്ട രൂപത്തിൽ മനഃശാസ്ത്രപരമായി ഇടപെട്ടാൽ ചിലപ്പോൾ ബാപ്പ ഉണ്ടാവും. ചിലപ്പോൾ ബാപ്പ കാളിയർ പറഞ്ഞാൽ നന്നാവാത്ത ആളായിരിക്കും, എന്നാലും പണക്കാട്ട് പറഞ്ഞാൽ നന്നാവും. എന്നിട്ട് നന്നായിട്ടില്ലെങ്കിൽ നമുക്ക് വഹസാബു അലല്ലാ, പിന്നെ അങ്ങോട്ട് വിടാം. പാണക്കട പറഞ്ഞ് തങ്ങളാപ്പ പറഞ്ഞിട്ട് ഒരാൾ നന്നാവണില്ലെങ്കിൽ പിന്നെ നമുക്ക് അത് വിട്ടാക്ക ഹിസാബ് അലല്ലാ. പിന്നെ നമ്മൾ വല്ലാതെ ഇടപെടേണ്ട ആവശ്യമില്ല. സമസ്ത പ്രസിഡന്റ്, സെക്രട്ടറി, പാണക്കാട്ട് ഇതെല്ലാം ഷിഹാബുനങ്ങൾ, ഇവരൊക്കെ നമ്മൾ ഏറ്റവും മേലുള്ള നേതാക്കന്മാർ, അവരും വിളിച്ചിട്ട് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹുലേക്ക് ഹിസാബ് വിടുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. 40 വർഷത്തിലധികമായി മഹല്ലിൽ തുടർച്ചയായി ഖത്തീബായി സേവനം അനുഷ്ഠിക്കുന്ന ഒരാൾ ശാരീരികമായി സുഖമില്ലാതെ കിടക്കുക, ആലപ്പുഴ ജില്ലക്കാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിഫ നൽകട്ടെ. അള്ളാഹു സമ്പൂർണ്ണമായ ശിഫ നൽകട്ടെ. മുഅ്മിനീങ്ങളെ, വളരെ മർമ്മപ്പെട്ട ചില വിഷയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാം. ഇന്നലെ ദർസിനെ കുറിച്ച് പറഞ്ഞു. അടുത്തതായി പറയാവുന്ന മദ്രസയാണ്. മദ്രസ കാര്യക്ഷമമാക്കുന്ന കാര്യത്തിൽ ഗൗരവമായി നമ്മൾ ആലോചിക്കണം. മദ്രസ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മദ്രസക്കും നമ്മൾ ചിന്തിക്കണം. മദ്രസ ഇന്ന്